ഇതേന്ന് വരക്കാൻ കിട്ടിയ ഫോട്ടോ ആണിത്. ഫോട്ടോ കുറച്ച് ക്ലാരിറ്റി കൂട്ടിയിട്ട് പണി തുടങ്ങാം. ഇത് കളർ പെൻസിൽ ഡ്രോയിങ് ആണ്. അപ്പൊ ഞാൻ ഔട്ട്ലൈൻ ഒക്കെ ഇട്ട് തുടങ്ങി. ഞാൻ കളർ പെൻസിൽ ആവുന്ന സമയത്ത് ഫേസിൽ റെഡ് ഉപയോഗിച്ചിട്ടാണ് കൂടുതലായിട്ട് ഔട്ട്ലൈൻസ് ഇടല്. അതെന്താ വെച്ചാ റെഡ് കളർ എല്ലാ സ്കിൻ ടോണിനും മാച്ച് ആവലുണ്ട്. വേറെ സീനൊന്നും ഉണ്ടാവില്ല. പിന്നെ ഫോട്ടോയിലെ ഓരോ ഡീറ്റെയിൽസ് നമ്മൾ നോക്കിയിട്ട് കുറച്ച് സമയം എടുത്ത് മെല്ലെ മെല്ലെ വരച്ചു തുടങ്ങിയാൽ മതി. പിന്നെ ശ്രദ്ധിക്കാനുള്ള എന്താ വെച്ചാൽ കളർ പെൻസിലൊക്കെ ചെയ്യുമ്പോൾ ഓരോരുത്തരുടെ സ്കിൻ ടോൺ ഓരോ ടൈപ്പിലായിരിക്കും. ചിലർക്ക് കുറച്ച് ഡാർക്ക് സ്കിൻ ടോൺ ഉണ്ടാവും, ലൈറ്റ് ആയിട്ടുള്ളവരുണ്ടാവും, ഒരു നോർമൽ ഒരു മിഡിൽ വരുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഓരോ പെൻസിൽ മാറ്റി കൊടുത്ത് അങ്ങനെ ചെയ്താൽ മതി. സ്കിൻ ടോൺ പഠിച്ചു വെക്കൽ മസ്റ്റാ. ബാക്കി അതിന്റെ വഴിക്ക് ഇങ്ങനെ പോയിക്കോളൂ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തെറ്റിപ്പോയി എന്ന് തോന്നിയ അപ്പൊ തന്നെ മായ്ക്കുക. അല്ലാണ്ട് വേറെ ഒരു നിവൃത്തിയും ഇല്ല. റേസ് ചെയ്തിട്ടൊന്നും ശരിയാവണില്ല എന്നുണ്ടെങ്കിൽ ഒന്നും നോക്കാനല്ല, നേരെ മാറ്റി വരച്ചാൽ മതി. അത്രേ ഉള്ളൂ. സംഭവം വരക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടായാൽ മതി. ബാക്കിയൊക്കെ അതിന്റെ വഴിക്ക് ഇങ്ങനെ പോയിക്കോളൂ. പിന്നെ വര നിർത്താണ്ട് നിന്നാ മതി. ഏതായാലും വരച്ച് ഫുള്ളായിട്ടുണ്ട്. പിന്നെ ചെറിയൊരു മാലിന്റെ ഒരു കുറവുള്ള പോലെ, അപ്പൊ അതുകൂടെ കൂട്ടിയിട്ട് ഫ്രെയിം ആക്കിയിട്ടിട്ടുണ്ട്. പിന്നെ വരക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ നമ്മളെ ഫോളോ ചെയ്തോളി. കുറെ ടിപ്സ് കാര്യങ്ങളൊക്കെ വഴിയേ വരും. ഓക്കെ, അപ്പൊ അത്ര തന്നെ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം.